നിത്യാനന്ദ ജീവത്യാഗം ചെയ്തു. മൃതദേഹം ഇന്ത്യയിലെത്തിക്കണമെന്ന് അവസാന ആഗ്രഹം. നിത്യാനന്ദയുടെ സഹോദരിയുടെ മകനാണ് നിത്യാനന്ദ ജീവത്യാഗം ചെയ്തെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നിത്യാനന്ദയുടെ അനുയായികളുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിംഗിലാണ് സുന്ദരേശ്വരൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. സനാതനധർമ്മം സ്ഥാപിക്കുന്നതിനു വേണ്ടി പോരാടിയ സ്വാമി ജീവത്യാഗം ചെയ്തെന്നായിരുന്നു നിത്യാനന്ദയുടെ അനുയായി കൂടിയായ സുന്ദരേശ്വരന്റെ വെളിപ്പെടുത്തൽ. 2010 സിനിമാ നടിക്കൊപ്പമുള്ള വീഡിയോ പുറത്തു വന്നത് മുതൽ വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന നിത്യാനന്ദ 2019 ഇന്ത്യ വിട്ടു. തങ്ങളുടെ 3 മക്കളെ തട്ടിക്കൊണ്ടുപോയതായി തമിഴ് ദമ്പതിമാർ നൽകിയ പരാതിയിൽ ഗുജറാത്ത് പോലീസ് അറസ്റ്റിന് നടപടി ആരംഭിച്ചതോടെയാണ് രാജ്യം വിട്ടത്. ഇക്കഡോറിന് സമീപം ഒരു ദ്വീപിൽ അനുയായികൾക്കൊപ്പം കഴിയുന്നുവെന്നായിരുന്നു വിവരം. പിന്നീട് പലതവണ ഓൺലൈൻ മുഖേന ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു. കൈലാസ എന്ന പേരിൽ രാജ്യം സ്ഥാപിച്ചെന്നും അവകാശപ്പെട്ടു. നിത്യാനന്ദ മരിച്ചെന്ന് 2022 അഭ്യൂഹം പ്രചരിച്ചിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന താൻ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണെന്ന് അറിയിച്ച് ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഇയാളുടെ വീഡിയോ പ്രഭാഷണങ്ങൾ പുറത്തു വരുന്നുണ്ടായിരുന്നില്ല. തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിലാണ് നിത്യാനന്ദയുടെ ജനനം. ആത്മീയതയിലൂടെ ഇദ്ദേഹം പ്രശസ്തിയിലേക്ക് ഉയരുകയായിരുന്നു. തനിക്ക് ദിവ്യമായ കഴിവുകളുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അദ്ദേഹം വലിയ തോതിൽ ഭക്തരെ ആകർഷിച്ചിരുന്നു. ഇന്ത്യയിലും വിദേശത്തുമായി 1-ലധികം ആശ്രമങ്ങളും കെട്ടിപ്പടുത്തു. ഇതിനിടെയാണ് 2010 സിനിമാ നടിക്കൊപ്പമുള്ള അദ്ദേഹത്തിന്റെ അശ്ലീല വീഡിയോ പുറത്തു വന്നത്. പിന്നാലെ 3 കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എന്ന ദമ്പതികളുടെ പരാതിയും ഉയർന്നു. ഇതോടെ നിത്യാനന്ദ ഇന്ത്യ വിടുകയായിരുന്നു. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ഇക്വഡോറിന് സമീപമുള്ള ദ്വീപുകളിലൊന്ന് വാങ്ങി കൈലാസ് എന്ന പേരിൽ രാജ്യമുണ്ടാക്കി ജീവിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. കൈലാസയ്ക്ക് സ്വന്തമായി പാസ്പോർട്ട് വരെ ഉണ്ടെന്നായിരുന്നു പ്രചാരണം. ലോകത്തിലെ തന്നെ ഏക പരമാധികാര ഹിന്ദുരാഷ്ട്രമാണിതെന്ന് പറഞ്ഞുകൊണ്ടാണ് പാസ്പോർട്ടിന് പുറമെ പൗരത്വം, കറൻസി തുടങ്ങിയ നിത്യാനന്ദ സ്വാമി പ്രഖ്യാപിച്ചത്. എന്നാൽ കൈലാസം ഒരു വ്യാജ രാജ്യമാണെന്നും തട്ടിപ്പാണെന്നുമായിരുന്നു പലരുടെയും അഭിപ്രായം. അതേസമയം നിത്യാനന്ദയുടെ മരണവാർത്തയ്ക്ക് പിന്നാലെ അദ്ദേഹത്തിന്റെ 10,000 കോടിയിലധികം വരുന്ന സ്വത്തിന് അവകാശി ആരായിരിക്കുമെന്ന തരത്തിലുള്ള ചർച്ചകളും സജീവമാണ്. സുന്ദരേശ്വര സ്വാമി നിത്യാനന്ദയുടെ പിൻഗാമിയാകുമോ, അല്ലെങ്കിൽ സ്വത്തിൽ അവകാശവാദവുമായി നടിയും നിത്യാനന്ദയുടെ ശിഷ്യയുമായ രഞ്ജിത എത്തുമോ എന്നു തുടങ്ങിയ ചോദ്യങ്ങൾ ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു.